we shall discuss how to write presenting complaints in the opening of a paragraph. അങ്ങനെ പറയാൻ പറ്റില്ല. പ്രസന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വന്നു, കെയിം അല്ലെങ്കിൽ വിസിറ്റ് എല്ലാം സെയിം ആണ്. നിങ്ങൾ പ്രസന്റ് എന്ന വാക്കിന് പകരം കെയിംന്നോ വിസിറ്റഡെന്നോ നമുക്ക് എഴുതാം. അർത്ഥം ശരിയാണ്. ഒരു സെന്റൻസും ഒരു ഫ്രേസും ഒരു ലാംഗ്വേജ് ഗ്രാമർ പാർട്ടും ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കരുത്. Try to avoid using grammar, complex compound sentences and structures just for the sake of using it to show you know that. There are several myths about using certain phrases in OET letter. അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ ടിപ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. റെഡിയാണോ? യെസ്, ഓക്കെ. ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. ജസ്റ്റ് മിനിറ്റ്. സ്ക്രീൻ കാണാമോ എല്ലാവർക്കും ക്ലിയർ ആയിട്ട്? സോ ടുഡേ വി ഷാൽ ഡിസ്കസ് ഹൗ ടു റൈറ്റ് പ്രസന്റിംഗ് കംപ്ലൈന്റ്സ് ഇൻ ദ ഓപ്പണിംഗ് ഓഫ് എ പാരഗ്രാഫ്. പാരഗ്രാഫ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സെന്റൻസുകൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് when there are two conditions and one has been started sometimes before and the other one is of the presenting day. രണ്ട് കംപ്ലൈന്റ്സ് ആണ്. ഒന്ന് കുറച്ച് മുമ്പ് തുടങ്ങിയതും മറ്റേത് ഇന്ന് നമ്മൾ എന്താണോ പ്രസന്റ് ചെയ്തത്, ഹോസ്പിറ്റലിൽ പേഷ്യന്റ് പ്രസന്റ് ചെയ്തു അല്ലെ വന്നു അഡ്മിറ്റ് ചെയ്തു എന്ന് പറയുന്നതാണോ അന്നത്തെ കംപ്ലൈന്റുമാണ്. അപ്പൊ രണ്ട് ടൈം ഫ്രെയിമിലെ കണ്ടീഷൻ ഒറ്റ സെന്റൻസിൽ നമുക്ക് എങ്ങനെ എഴുതാം എന്നാണ് പഠിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ക്യാൻ യു ഹിയർ മീ ഓൾ ഓഫ് യു? യെസ്. അപ്പൊ നമ്മളിവിടെ കേസ് നോട്ടിൽ കാണുന്നത് 1/7. ഇത് ഞാൻ ഇന്നലത്തെ ഡേറ്റ് എഴുതിയെന്നേ ഉള്ളൂ. 1/7/2024. അത് ഇന്നാണോ ഇന്നലെയാണോ? നിങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പത്തിൽ എഴുതിയതാണ്. ഇത് അൽഫോൺസ് ഐറിൻ എന്ന് പറഞ്ഞൊരു കേസ് നോട്ടിലെ ക്വസ്റ്റ്യൻ ആണ്. ഈ 1/7/2024 അത് ഇന്നലെയാണോ ഇന്നലത്തെയാണോ? ഇന്നലത്തെയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഇന്നലെ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന കംപ്ലൈന്റ് എന്തായിരുന്നു? വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ്? ഫീവർ. അത് എത്ര ദിവസമായിട്ടുള്ള ഫീവർ ആണ്? ഒരാഴ്ചയായിട്ടുള്ളതാണ് അല്ലെ? ഇനി ഇന്നത്തെ ഡേറ്റിന് കീഴിൽ തന്നെ നിങ്ങൾക്ക് മറ്റ് കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. അത് ഇന്നലെ ഉണ്ടായിരുന്നതാണ്. ഏതൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നത്? വോമിറ്റിംഗ്, നോസിയ, അങ്ങനെ കുറെ തന്നിട്ടുണ്ടാകും. മനസ്സിലായോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഈ ഫീവർ ഇന്നലെ വന്നപ്പം എത്ര ദിവസമായിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര ആഴ്ചയായിട്ടുണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്? ഒരാഴ്ചയായിട്ടുള്ളത് ഫീവർ ആണ്. ഇന്നലെ ഉണ്ടായിരുന്ന എന്തൊക്കെയാണ്? മനസ്സിലാക്കി. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ഫീവർ ഒരാഴ്ചയായിട്ടുണ്ട്, ഹെഡേക്കും വൊമിറ്റിങ്ങും ഇന്നലെ ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ നമുക്ക് രണ്ട് സെന്റൻസ് ആയിട്ട് ഒന്നെങ്കിൽ എഴുതാം. എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? ആദ്യം ഡോക്ടറോട് പറയുന്നത്. നമ്മൾ സാധാരണ ഒരു പേഷ്യന്റ് വിസിറ്റ് എ ഡോക്ടർ യൂഷ്വലി ജസീന്ത ലൈവ് ക്ലാസ്സിൽ കയറാവോ? യെസ്. പേഷ്യന്റ് കാണുമ്പോൾ ഡോക്ടർ എന്താ സാധാരണ പറയുന്നത്? ആദ്യം പറയുന്നത് ഒരാഴ്ചയായിട്ടുള്ള പ്രോബ്ലം ഉണ്ടായിരുന്നു അല്ലെ? ഒരു ഡയറി ആയിട്ടൊക്കെ വരുന്നെങ്കിൽ പേഷ്യന്റ് എന്ത് പറയും? ഡോക്ടർ ഒരാഴ്ചയായിട്ട് എനിക്ക് ഡയറി ഉണ്ട്. അതല്ലേ ആദ്യം പറയുന്നത്? അതല്ലേ ഇന്നലത്തെ കംപ്ലൈന്റ് അത് കഴിഞ്ഞാൽ ഇന്നലത്തെ കംപ്ലൈന്റ് പറയുന്നത് ആണോ അല്ലയോ? അപ്പൊ നമ്മൾ ഡോക്ടറോട് പറയേണ്ടത് ഇന്നലെ ഒരാഴ്ചയായിട്ടുള്ള ഡയറി ആയിട്ട് വന്നു എന്നാ പറയുന്നത്. അതെങ്ങനെയാ പറയുന്നത്? ഒരാഴ്ച എന്ന് പറയുന്നത് എ വീക്ക് എന്നാ. എങ്ങനെയാ? ഇനി അത്രയും കാലമായിട്ടുള്ളത് എന്ന് OET നമ്മൾ പറയാൻ ഉപയോഗിക്കുന്ന ഫ്രേസ് ഹിസ്റ്ററി ഓഫ്. ഹിസ്റ്ററി ഓഫ് പറഞ്ഞെല്ലാരും എങ്ങനെയാ പറയേണ്ടത്? അപ്പൊ ഇവിടെ ഒരാഴ്ചയായിട്ടുള്ളത് എന്ന് പറയാൻ നമ്മൾ പറയുന്നത് എ വീക്ക് ലോങ് ഹിസ്റ്ററി ഓഫ് എന്നാണ്. എ വീക്ക് ലോങ് ഹിസ്റ്ററി ഓഫ്. എ വീക്ക് ലോങ് ഹിസ്റ്ററി ഓഫ് എന്താണ് കംപ്ലൈന്റ്? ഫീവർ. പറയാവോ? എ വീക്ക് ലോങ് അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. എ വീക്ക് ലോങ് ഹിസ്റ്ററി ഓഫ് ഫീവർ. ഇനി ഡയറിയാണ് 4 to 5 ടൈംസ്. ആ കേസിനുള്ള അങ്ങനെ ഡയറി 4 to 5 ടൈംസ് എന്നുള്ളത്. അപ്പൊ നമ്മൾ എങ്ങനെയാ പറയേണ്ടത്? ഒരാഴ്ചയായിട്ട് ഡയറിയ 4 to 5 ടൈംസ് ഇൻ എ ഡേ. അങ്ങനെ പറയുന്നത്. എങ്ങനെയാ നമ്മൾ എഴുതേണ്ടത്? A week long history of diarrhea 4 to 5 times in a day. പറയാമോ?
A week A week long history of diarrhea diarrhea 4 to 5 times or in a day. നിങ്ങൾ ക്ലിയർ ആയി ഞാൻ പറഞ്ഞത്? yes, sir. യെസ്. അപ്പൊ ഒരാഴ്ചക്ക് നമ്മൾ എ വീക്ക് അത്രയും ആയിട്ടുള്ള പറയാൻ ഹിസ്റ്ററി ഓഫ്, ഒരാഴ്ചയായിട്ടുള്ള പറയാൻ ടുഗദർ വി ക്യാൻ സേ എ വീക്ക് ലോങ് ഹിസ്റ്ററി ഓഫ് ആണ് പറയേണ്ടത്. അങ്ങനെയാണ് കേസ് നോട്ടിൽ 5 മണിക്കൂറായിട്ടുള്ള ഡയറി ആയിട്ട് വന്നു എന്നാ പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്? 5 മണിക്കൂർ. നമ്മൾ മലയാളത്തിൽ പറയുന്നത് എങ്ങനെയാ? ഒരു 5 മണിക്കൂർ അങ്ങനെയാ പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ പറയുക എ 5 hour. A 5 hour പറയാവോ? A 5 hour. A 5 hour history of. അതിന്റെ കൂടെ ഹിസ്റ്ററി ഓഫ് ആഡ് ചെയ്യുക. A 5 hour history of. ഹിസ്റ്ററി ഓഫ് എന്താണ്? ആ കണ്ടീഷൻ എഴുതുക. ഡയറിയ 4 to 5 times in an hour. ക്ലിയർ ആയോ? യെസ്. അടുത്ത നമുക്ക് തരുന്നതായിരിക്കും 10 day എന്നായിരിക്കും. നമ്മളത് എങ്ങനെ എഴുതേണ്ടത്? 10 ദിവസമായിട്ട് ഡയറിയാണ്. എങ്ങനെ എഴുതേണ്ടത് പറയാവോ? 10 day. ഡേയ്സ് അല്ല, 10 day history of. A 10 day history of എന്താണ്? ഡയറിയ 4 to 5 times. അങ്ങനെ പറയണം. നമ്മളത് ബേസിക് ബാച്ചില് 4ാമത്തെ ഗ്രാമർ ക്ലാസ്സിൽ ഈ കൺസ്ട്രക്ഷൻ ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളത് ബേസിക് ആയിട്ട് പഠിക്കാൻ വരുന്ന പിള്ളേർക്ക് നമ്മളെന്ന് കൊടുക്കുന്ന 4ാമത്തെ ഗ്രാമർ ക്ലാസ്, ആദ്യം ഗ്രാമർ ക്ലാസ് ആണ് നമ്മൾ ബേസിക് ക്ലാസ്സുകാർക്ക് എടുക്കുന്നത്. അതിലെടുക്കുന്ന ബേസിക് ഗ്രാമർ ആണ് ഇതെങ്ങനെയാണ് സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ നമ്മൾ പറയുവാണ് 10 day history of diarrhea 4 to 5 times in a day. വേറൊരു കേസ് സ്റ്റഡി പറയുന്നത് 3 ആഴ്ചയായിട്ടെന്നായിരിക്കും. 3 ആഴ്ച. അപ്പൊ നമ്മൾ എങ്ങനെയാ പറയേണ്ടത്? 3 ആഴ്ച എന്നാ 3 ആഴ്ച. 3 week history of. A 3 week history of. Right? A 3 week history of diarrhea 4 to 5 times in a day. ഇതാണ് ഫ്രേസ്. A 3 week weeks അല്ല, a 3 week history of. അങ്ങനെയാണ് 6 months എന്ന് പറയുന്നത്. എങ്ങനെ പറഞ്ഞേ പറയാവോ? A 6 month history of. അങ്ങനെ എഴുതുക കേട്ടോ. A 6 month history of. history of. അങ്ങനെയാണ് എഴുതേണ്ടത്. 6 month history of. അങ്ങനെയാണ് 2 year എങ്ങനെയാ പറയേണ്ടത്? 2 year. A 2 year history of. അങ്ങനെയാണ് പറയേണ്ടത്. ക്ലിയർ ആയ നിങ്ങൾക്ക്? 2 year history of. ഹിസ്റ്ററി ഓഫ് ഡയറിയ ഏത് കണ്ടീഷൻ ആണോ 4 to 5 times in a day. അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. നമ്മളിവിടെ ഒരാഴ്ചക്ക് നമ്മൾ എ വീക്ക് ലോങ് എഴുതി അല്ലെ? എ വീക്ക് ഹിസ്റ്ററി ഓഫ് എന്ന് എഴുതിയത്. നമ്മൾ 5 hour ലോങ് എഴുതിയോ? 10 day ലോങ് എന്ന് എഴുതിയോ? ഇല്ല. നമ്മൾ ലോങ് എന്ന വാക്ക് യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഒരാഴ്ച, ഒരു ദിവസം. എ ഡേ ലോങ് ഹിസ്റ്ററി ഓഫ്, എ വീക്ക് ലോങ് ഹിസ്റ്ററി ഓഫ്, a month long history of, a year long history of. അവിടെയാണ് നമ്മൾ യൂഷ്വലി ലോങ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. Even if you use the word long for 5 hour, a 5 hour long history of is not a mistake. It is correct. There is no mistake. You can use the phrase a 5 hour long history of. There is no mistake. But usually we use the word long with the singular. A week long history of, a day long history of, a year long history of, a month long history of. അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. There is no difference whether you use long or not. There is no difference. Any a week history of എന്ന് പറഞ്ഞാലും it is accurately correct. ക്ലിയർ ആയോ? നിങ്ങൾക്ക് മനസ്സിലായോ? Any doubt? No, sir. No. Yeah, there are many people. There are 36, 37 candidates. Can you just answer to my questions? Can you hear me, all of you? Since it is raining heavily, Yes, sir. network error. So if you not hear me, let me know. കേൾക്കാമോ എല്ലാവർക്കും? നമ്മൾ പറയാൻ വരുന്നതാണ് നമ്മൾ എങ്ങനെയാണ് കുറെ കാലം മുമ്പ് തുടങ്ങി ഇപ്പോഴും ആ പ്രസന്റ് ചെയ്ത ദിവസം ഉണ്ടായിരുന്നു ആ കംപ്ലൈന്റ് എങ്ങനെ എഴുതണം എന്നാണ്. ഇവിടെ 1-ാം തീയതി, അത് യെസ്റ്റർഡേ പേഷ്യന്റ് വന്നത് ഫീവറുമായിട്ടാണ്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു ആഴ്ചയായിട്ടുള്ള ഫീവറാണ്. അതെങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്? നമ്മൾ പറയുന്നത് എ വീക്ക് ലോങ് ഹിസ്റ്ററി ഓഫ് എന്നാണ്. ക്ലിയർ ആയ നിങ്ങൾക്ക്? എ വീക്ക് ലോങ് ഹിസ്റ്ററി ഓഫ് ഫീവർ. ഇനി 5 മണിക്കൂറാണ് 5 hour history of, a 10 day history of, a 3 week history of, a 6 month history of, 2 year history of, അത് പ്ലസ് ഹിസ്റ്ററി ഓഫ്. ഇങ്ങനെയാണ് നിങ്ങൾ പറയേണ്ടത്. ക്ലിയർ ആയോ? ഇനി നമുക്കിന്ന് ലെറ്ററിലേക്ക് നമുക്ക് എഴുതാം. അപ്പൊ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. on 1/7/2024 ഡേറ്റ് കഴിഞ്ഞ് നമ്മൾ കോമ എടുക്കുക.
ദാറ്റ് ഈസ് എ പഞ്ച്വേഷൻ യു ഹാവ് ടു മാർക്ക്. പഞ്ച്വേഷൻ കോമയാണ് ഇടേണ്ടത്. എന്നിട്ട് നമ്മൾ പറയുവാണ് മിസ്റ്റർ ജെങ്കിൻസ് അഡ്മിറ്റ് ചെയ്യപ്പെട്ടതാണെങ്കിൽ വാസ് അഡ്മിറ്റഡ്, ഇന്നലത്തെ കാര്യമല്ലേ, വാസ് അഡ്മിറ്റഡ് എന്ന് നമുക്ക് എഴുതാം. വാസ് അഡ്മിറ്റഡ്. ഇനി അഡ്മിറ്റഡ് എന്ന് പറയുന്നത് നമ്മൾ വാസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ കോമൺ ആയിട്ട് ഡെയിലി ഞാൻ കുട്ടികൾക്ക് കറക്ഷൻ കൊടുത്ത് മടുക്കുന്ന ഒരു കാര്യമാണ് പ്രസന്റഡ് എന്ന വാക്കിന് മുമ്പും വാസ് പ്രസന്റഡ് എന്നാണ് എഴുതുന്നത്. വാസ് പ്രസന്റഡ് എന്നാണ് മിക്കവരും എഴുതുന്നത്. എത്ര കറക്ഷൻ കൊടുത്താലും they are not ready to change this mistake. I say it's a mistake. Can you write was presented as we write was admitted? Do you think both have the similar meaning? ഇല്ല. What do you say? No. ഇല്ല സർ. ഇല്ല. Different Was admitted എന്ന് പറഞ്ഞാൽ it's in passive voice. അത് പാസീവ് സെന്റൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് പാസീവ് സെന്റൻസ് ആണ്. അതിനർത്ഥം മറ്റൊരാളാൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. Was admitted. The patient was admitted by doctor. Can you understand me? By doctor എഴുതുന്നില്ല. That is a common thing. നമ്മൾ എഴുതുന്ന പ്രൊഫഷണൽ ലെറ്റർ ആർക്കാണ് അഡ്മിറ്റ് ചെയ്യാൻ അധികാരമുള്ളത്? ഡോക്ടർക്കാണ്. അത് ക്ലിയർ. മനസ്സിലാവുന്നുണ്ടോ? Can you use the word was presented? ഈ പ്രസന്റ് ഒത്തിരി മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ മിസ്യൂസ് ചെയ്യുന്നത് ഇവിടെയാണ്. വെരി ഓഫ്റ്റൻ പീപ്പിൾ യൂസ് ദ വേർഡ് വാസ് പ്രസന്റഡ്. അങ്ങനെ എഴുതാൻ പറ്റുമോ ഇല്ലയോ? What is the meaning of was presented? എന്ന് പറഞ്ഞാൽ we have Kilu here. കിലുവിന്റെ കിലു can you hear me? വെഡിങ് ആനിവേഴ്സറിക്ക് കിലുവിന്റെ ഹസ്ബൻഡ് ഒരു ഡയമണ്ട് റിംഗ് തന്നു. ഓക്കെ, അപ്പൊ നമ്മളോട് കിലു ഷെയർ ചെയ്തു. നമ്മളത് വേറൊരാളുടെ റിപ്പോർട്ട് പറയുവാണ്. എങ്ങനെയാണ് പറയുന്നത്? കിലുവിന്റെ വെഡിങ് ഡേയില് ഒരു ഡയമണ്ട് റിംഗ് സമ്മാനിച്ചു. ഹസ്ബൻഡ് കൊടുത്തു, എല്ലാ കുട്ടികൾ കൊടുത്തു. എങ്ങനെയാ പറയേണ്ടത്? കിലു വാസ് പ്രസന്റഡ് എ ഡയമണ്ട് റിംഗ്. ഇതാണ് അർത്ഥം. സമ്മാനിക്കപ്പെട്ടു, മറ്റൊരാളാൽ സമ്മാനിക്കപ്പെട്ടു. മനസ്സിലാവുന്നുണ്ടോ? വാസ് പ്രസന്റ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. അതിന്റെ അർത്ഥം അതാണ്. ഇവിടെ അങ്ങനെ പറയാൻ പറ്റില്ല. പ്രസന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വന്നു, കെയിം അല്ലെങ്കിൽ വിസിറ്റ്, എല്ലാം സെയിം ആണ്. നിങ്ങൾ പ്രസന്റ് എന്ന വാക്കിന് പകരം കെയിം എന്നോ വിസിറ്റഡ് എന്നോ നമുക്ക് എഴുതാം. അർത്ഥം ശരിയാണ്. എന്താ കെയിം എന്ന് പറഞ്ഞാൽ, വിസിറ്റഡ് എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ച് അറ്റൻഡൻസ് വിളിച്ചില്ലേ? എങ്ങനെയാണ് വിളിച്ചത്? നിത്യ തങ്കച്ചൻ പ്രസന്റ് ടീച്ചർ. ഞാൻ വന്നു, അവൻ വന്നു എന്ന് പറയുന്നതാണ് പ്രസന്റഡ്. ഇവിടെ നമ്മൾ വാസ് ഉപയോഗിക്കാൻ പാടില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ആക്റ്റീവ് സെന്റൻസ്. ആക്റ്റീവ് സെന്റൻസ് ആണത്, പാസീവ് അല്ല. വന്നു സിമ്പിൾ പാസ്റ്റ് ആക്റ്റീവ് ആണ്. അവൾ വന്നു എന്നേ അർത്ഥമുള്ളൂ. ഇതിന് പകരം നമുക്ക് വിസിറ്റഡ് എന്നോ ഒക്കെ ഉപയോഗിക്കാം. വിസിറ്റഡ് അല്ലെങ്കിൽ അല്പം കൂടി ലെസ് ഫോർമൽ ആണെങ്കിലും കെയിം എന്നും നിങ്ങൾക്ക് പറയാം. ഏറ്റവും ബെസ്റ്റ് പ്രസന്റഡ്, വിസിറ്റഡ്, ഈ രണ്ട് വാക്കുകളാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ക്ലിയർ ആകുന്നുണ്ട് നിങ്ങൾക്ക്? അപ്പോൾ അഡ്മിറ്റഡ് മറ്റൊരാളെ ചെയ്യപ്പെടുന്നതാണ്. സോ യു ഹാവ് ടു യൂസ് ദ വേർഡ് വാസ് അഡ്മിറ്റഡ്. ആൻഡ് അഗൈൻ വെൻ യു ആർ യൂസിംഗ് ദ വേർഡ് പ്രസന്റഡ്, പേഷ്യന്റ് വന്നതാണ്, സ്വയമേവ വന്നതാണെങ്കിൽ പേഷ്യന്റ് വന്നു എന്ന് പറയുന്നത് പ്രസന്റഡ്. അവിടെ വാസ് ഉപയോഗിച്ചാൽ അർത്ഥമേ മാറിപ്പോയി. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ പ്രസന്റഡ് അല്ലെങ്കിൽ വിസിറ്റഡ് കെയിം എന്ന് എഴുതാൻ പാടുള്ളൂ. ഇഫ് പോസിബിൾ ട്രൈ ടു അവോയ്ഡ് യൂസിങ് വാസ് ബിഫോർ ദ വേർഡ് പ്രസന്റഡ്. ഇനി നിങ്ങൾ പ്രസന്റ് എന്നുള്ള വാക്ക് ചില തെറ്റായിട്ട് ഉപയോഗിക്കുന്ന ഇവിടെയാണ്. ചില കണ്ടീഷൻസ് എഴുതിയിട്ട് ആർ പ്രസന്റ് എന്ന് എഴുതണം. എന്ന് പറഞ്ഞാൽ ഹെഡ് ഏക്ക് ആൻഡ് വോമിറ്റിംഗ് ആർ പ്രസന്റ്. അങ്ങനെ എഴുതാൻ പറ്റുമോ? അതും പറ്റില്ല. അത് റോങ് യൂസേജ് ആണ്. ആർ പ്രസന്റ് എന്ന് പറയാൻ പറ്റില്ല. ആർ പ്രസന്റ് നമുക്ക് പറയാൻ പറ്റില്ല. ആർ ഓൾവേസ് ടേക്സ് എന്താണ്, നമുക്ക് രണ്ട് വ്യക്തികൾ ഉണ്ടായിരുന്നു പറയാം, നൗൺ ആയിട്ട് വന്നിരുന്നു എന്ന് പറയാം, അങ്ങനെ പറയാൻ പറ്റും. പക്ഷെ രോഗത്തിന് ഒരു ഡിസീസ് കണ്ടീഷൻ ഉപയോഗിക്കാൻ നമുക്ക് ഒരിക്കലും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. പറ്റുമെങ്കിൽ നിങ്ങൾ ബോഡി പാരഗ്രാഫിൽ ആ വാക്ക് എഴുതുന്നത് ഒഴിവാക്കുക. നമ്മൾ അഡ്മിഷൻ ഹിസ്റ്ററി എഴുതുമ്പോൾ ഹോസ്പിറ്റലിൽ വന്നു എന്ന് പറയാം. ഒന്നെങ്കിൽ നമുക്ക് എഴുതാം മിസ്റ്റർ ജെങ്കിൻസ് വാസ് അഡ്മിറ്റഡ് എന്ന് എഴുതാം, അല്ലെങ്കിൽ മിസ്റ്റർ ജെങ്കിൻസ് പ്രസന്റഡ്, അല്ലെങ്കിൽ വിസിറ്റഡ്, അല്ലെങ്കിൽ കെയിം എന്നാണ് എഴുതേണ്ടത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? യെസ്. ഇതിന്റെ കൂടെ ഒരു പ്രിപ്പോസിഷന്റെ എഗ്രിമെന്റ് ഉണ്ട്. വാസ് അഡ്മിറ്റഡ് വിത്ത് എന്നാണ് നമ്മൾ പറയേണ്ടത്. അല്ലെ പ്രസന്റഡ് വിത്ത്, മിസ്റ്റർ ജെങ്കിൻസ് പ്രസന്റഡ് വിത്ത്, അല്ലെങ്കിൽ മിസ്റ്റർ ജെങ്കിൻസ് വാസ് അഡ്മിറ്റഡ് വിത്ത്, അങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ആ വിത്തിന്റെ കൂടെയാണ് നമ്മൾ ഈ എ വീക്ക് ലോങ് ഹിസ്റ്ററി ഓഫ് ഫീവർ എന്ന് എഴുതേണ്ടത്. മിസ്റ്റർ ജെങ്കിൻസ് വാസ് അഡ്മിറ്റഡ് അല്ലെ മിസ്റ്റർ ജെങ്കിൻസ് വാസ് പ്രസന്റഡ് വിത്ത് വീക്ക് ലോങ് ഹിസ്റ്ററി ഓഫ് ഫീവർ, ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? പറയാം, നമ്മൾ എഴുതുക on 1/7/2024, മിസ്റ്റർ ജെങ്കിൻസ്
വാസ് അഡ്മിറ്റഡ്. ഇനി വാസ് നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പ്രസന്റ്, മിസ്റ്റർ ജെങ്കിൻസ് പ്രസന്റ്, അത് ഏതാണ്, അഡ്മിറ്റ് ചെയ്യപ്പെട്ടതാണോ പേഷ്യന്റ് വന്നതാണോ എന്ന് കേസ് നോട്ടിൽ പറഞ്ഞിരിക്കും, അത് പ്രകാരം ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ എഴുതുവാണ് മിസ്റ്റർ ജെങ്കിൻസ് പ്രസന്റ്, അതിനോട് വിത്ത് എന്ന പ്രിപ്പോസിഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. വിത്ത് എങ്ങനെയാ വന്നത്? വീക്ക് A week-long history of fever. സ്റ്റോപ്പ് ഇടുക. അതിലൂടെ ദയവേദന ലോങ് വിത്തോ ആൻഡോ ഒന്നും ഉപയോഗിക്കേണ്ട, ഫുൾ സ്റ്റോപ്പ് ഇടുക. അത് കഴിഞ്ഞ് ഇന്നലെ ഉണ്ടായിരുന്ന കണ്ടീഷൻ ഏതൊക്കെയാണ് ഇന്നലെ ഉണ്ടായിരുന്നത്? ഹെഡേക്കും Headache and vomiting. അപ്പൊ ഇന്നലെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന വാക്ക് ഏതാണ്? ഏതാ വാക്ക്? ഷീ ഷീ ഹാഡ്. ഷീ ഹാഡ് ഹെഡേക്ക് ആൻഡ് വോമിറ്റിംഗ്. ആൻഡ് വോമിറ്റിംഗ്. ഇങ്ങനെയാണ് നമ്മൾ സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? Okay, sir. ക്ലിയർ ആയോ? Yes, sir. Yes. Clear. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് വായിച്ച് ഞാൻ അഡ്മിറ്റഡ് മാത്രമാക്കാം, പ്രസന്റഡ് മാത്രമാക്കാം, ബാക്കി കളയാം. അത് വെച്ച് നിങ്ങളൊന്ന് വായിക്കാവോ? Mr. Jenkins Jenkins. presented with a week-long history of fever. He had headache and vomiting. യെസ്, ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. മിസ്റ്റർ ജെങ്കിൻസ് പ്രസന്റഡ്, എഴുതരുത്, പ്രസന്റഡ് വിത്ത്. എപ്പോഴും വിത്ത് എന്ന പ്രിപ്പോസിഷൻ ആണ് ഉപയോഗിക്കേണ്ടത്, ബൈ എന്ന് എഴുതരുത് കേട്ടോ. വിത്ത് എ വീക്ക് ലോങ് ഹിസ്റ്ററി ഓഫ് ഫീവർ, ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഷീ ഹാഡ് ഹെഡേക്ക് ആൻഡ് വോമിറ്റിംഗ്. ഈ രണ്ട് സിംറ്റംസമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം പ്രസന്റഡ് വിത്ത് എ വീക്ക് ലോങ് ഹിസ്റ്ററി ഓഫ് ഫീവർ, ഒരാഴ്ചയുടെ ഫീവറുമായിട്ട് വന്നു എന്ന് എഴുതുക. അത് കഴിഞ്ഞ് അതിന് പുറമെ ഇതാണ് അവസാനത്തെ വേറെ സിംറ്റം ഒന്നുമില്ല, ഇതാണ് നിങ്ങൾ ലാസ്റ്റ് എഴുതുന്ന സിംറ്റം എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് യു ക്യാൻ യൂസ് എ കണക്ടർ ഇൻ അഡീഷൻ എന്ന വാക്ക് ഉപയോഗിക്കാം. ഇൻ അഡീഷൻ കോമ, ഇൻ അഡീഷൻ കഴിഞ്ഞാൽ കോമ, ഷീ ഹാഡ് ഹെഡേക്ക് ആൻഡ് വോമിറ്റിംഗ്. ക്ലിയർ ആയ നിങ്ങൾക്ക്? മനസ്സിലായോ? ഇനി ഈ ഇൻ അഡീഷൻ ഉപയോഗിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ, ഒരു നിർബന്ധവും. ക്ലിയർ ആവുന്നുണ്ടോ? ഒരാഴ്ച ആയിട്ട് ഓൾവേസ് വി ക്യാൻ യൂസ് ദ ഫ്രേസ് a week long history of. ഇതേ സെന്റൻസ് 10 ദിവസമായിട്ടുള്ള ഫീവർ എന്ന് നിങ്ങൾ പറഞ്ഞു, ഡയറി എന്ന് പറഞ്ഞേ. On 1/7 Mr. 1/7/2024, Mr. Jenkins presented with a 10 days history of fever. In addition, she had headache and vomiting. Yes, very good, very good. നമുക്കിനി വേറെ ഒരു രീതിയിലേക്ക് പഠിക്കാം. വേറൊരു ഇത് ഇങ്ങനെയാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. 24/6/2024 അന്നത്തെ പ്രസന്റിംഗ് കംപ്ലൈൻസ് ആണ്. എന്തൊക്കെയാണ് പ്രസന്റിംഗ് കംപ്ലൈൻസ്? ആ ഡേയില് 24th പേഷ്യന്റിനുള്ളത് ബ്രോങ്കിയോളൈറ്റിസ് ആണ്. മനസ്സിലായോ? അത് കഴിഞ്ഞ് കോമ വെച്ചാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനർത്ഥം ഈ കോമ കഴിഞ്ഞാൽ അടുത്ത വേറെ കണ്ടീഷൻ ആണ്. ഏതാണ് വേറെ കണ്ടീഷൻ? കഫ് ആൻഡ് ഫീവർ. ഹൈഫൺ ഇട്ടിട്ട് 3 days എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എന്താ മനസ്സിലാകുന്നത്? ഈ കഫും ഫീവറും എത്ര ദിവസമായിട്ടുള്ളതാണ്? 3 days ആയിട്ടുള്ള കഫും ഫീവറുമായിട്ടാണ് എന്ന് വന്നത് 24th വന്നത്. ഇതിന് ഈ കഫിനും ഫീവറിന് ശേഷം 24th എന്തുണ്ട് പേഷ്യന്റിന്? 24th ഉള്ള കണ്ടീഷൻ എന്താ? അപ്പൊ നമ്മൾ പറയേണ്ടത് 24ാം തീയതി ബ്രോങ്കിയോളൈറ്റിസുമായിട്ട് അഡ്മിറ്റ് ചെയ്തു. എന്തിനു ശേഷമാ? 3 ദിവസത്തെ കഫും അങ്ങനെയല്ലേ എഴുതേണ്ടത്? യെസ്. അപ്പൊ നമ്മൾ എഴുതുന്ന ഇങ്ങനെയാണ്, ഓൺ ഡേറ്റിന് എപ്പോഴും നിങ്ങൾ ഓൺ എന്ന പ്രിപ്പോസിഷൻ ആണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. മുകളിലും ഓൺ എഴുതി, ഓൺ എന്ന പ്രിപ്പോസിഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഓൺ 24/6/2024 ഡേറ്റ് കഴിഞ്ഞ് കോമ ഇടുക. പേഷ്യന്റെ പേരെന്താ? മിസ്റ്റർ ജെങ്കിൻസ് വാസ് അഡ്മിറ്റഡ്. ഏത് കണ്ടീഷനായിട്ടാണ് വന്നത്? Admitted with bronchiolitis. Admitted spelling ADMITT. Admitted with bronchiolitis. ഇവിടെ വിത്ത് എന്ന പ്രപ്പോസിഷൻ വീണ്ടും വരേണ്ടത് കേട്ടോ. Admitted with bronchiolitis. ഇനി 3 ദിവസമായിട്ടുള്ള കഫ് ആൻഡ് ഫീവർ എന്ന് പറയണ്ടേ? അതെങ്ങനെയാ പറയുന്നത്? അതിന് നമ്മളൊരു ഫ്രേസ് ഫോളോയിങ്. എത്ര ദിവസത്തെയാണ്? 3 days. 3 ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ 3 ഇങ്ങനെ എഴുതാം. 3 days of cough and fever. 3 days of cough and fever. ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ ആയോ? ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. കേസ് നോട്ടിൽ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. 24/6/2024 ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ നിങ്ങൾ കണ്ടീഷൻ തരുന്നു, ബ്രോങ്കിയോളൈറ്റിസ്, കോമേറ്റഡ്, കഫ് ആൻഡ് ഫീവർ, 3 days എന്ന് പറഞ്ഞു. റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ കേസ് നോട്ട്. എങ്ങനെ ഇത് മനസ്സിലാക്കേണ്ടത്? 24/6/2024 എത്ര ദിവസമായിട്ട് കഫ് ആൻഡ് ഫീവർ ഉണ്ട്?
3 days. 3 days. 24-ലെ കംപ്ലൈന്റ് എന്താണ്? ബ്രോങ്കിയോളിറ്റിസ്. മനസ്സിലായോ? 24-ൽ വന്ന കംപ്ലൈന്റ് എന്താണ്? ബ്രോങ്കിയോളിറ്റിസുമായിട്ട് വന്നത് ആണോ അല്ലയോ? എത്ര ദിവസമായിട്ടുള്ള കഫിനും ഫീവറിന് ശേഷമാണ്? ഫോളോയിങ് 3 days. 3 days. ഉണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നമുക്ക്? നമ്മൾ എഴുതി Yes, sir. on 24/6/2024, Mr. Jenkins was admitted with bronchiolitis. 24-ലെ കംപ്ലൈന്റ് എന്തായിരുന്നു? ബ്രോങ്കിയോളിറ്റിസ്. Bronchiolitis. വിത്ത് ബ്രോങ്കിയോളിറ്റിസ്. പിന്നെ അതിന് മുമ്പുണ്ടായിരുന്ന ഏതൊക്കെ സിംറ്റംസ് ആയിരുന്നു? ഫോളോയിങ് Fever and heart. 3 days, cough and fever. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയോ? Yes, yes, sir. അങ്ങനെയാണ് നിങ്ങൾ നോട്ട് എഴുതിക്കോളൂ. സിവിയർ ചെസ്റ്റ് കൺജഷൻ ആണ് ഇന്നത്തെ കണ്ടീഷൻ. ഇന്നത്തെ അല്ല, ഇന്നത്തെ ആയിക്കോട്ടെ, അല്ല ഇന്നലത്തെ കണ്ടീഷൻ സിവിയർ ചെസ്റ്റ് കൺജഷൻ ആണ്. 5 days of SOB, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്. പറയാവോ നിങ്ങൾക്ക്? Okay. Yesterday on 1/7/2024, Mr. Jenkins Mr. Jenkins was admitted with severe chest congestion following Following 5 days shortness of 5 breath. days of ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്. മനസ്സിലായോ? ഒന്ന് എഴുതിക്കോ, നിങ്ങളൊന്ന് Yes, sir. പറഞ്ഞു. On 24/6/2024, Mr. Jenkins was admitted with എന്തായിരുന്നു? സിവിയർ ചെസ്റ്റ് കൺജഷൻ. Chest congestion. ഇന്നത്തെ കംപ്ലൈന്റ് എന്താ? എന്തിനു ശേഷമാണ്? ഫോളോയിങ് എത്ര ദിവസമായിട്ടുള്ളതാ? 5 days of 5 days of breath. ഇവിടെ കണ്ടോ 5 days ഓഫ് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രേസ്. ഇവിടെ എ ഇല്ല. മുകളിൽ എങ്ങനെ നമ്മൾ പറഞ്ഞത്? 5 hour അല്ലെ 10-day ഹിസ്റ്ററി എന്നാ പറയുന്നത്. ഇവിടെ ഹിസ്റ്ററി ഓഫ് ഉപയോഗിക്കുന്നുണ്ട്. 10 day എന്ന് പറഞ്ഞാൽ ഒരു 10 ദിവസം, ഒരു 3 ആഴ്ച, ഒരു 6 മാസം, അങ്ങനെയാണ്. ഇവിടെ നമ്മൾ നേരത്തെയാണ് ഉപയോഗിക്കുന്നത്. ഫോളോയിങ് 3 days ഓഫ്. കണ്ടോ വ്യത്യാസം? മനസ്സിലായോ? Okay, sir. ഫോളോയിങ് 3 days ഓഫ് കഫ് ആൻഡ് ഫീവർ. അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. വേറൊരു സെന്റൻസ് പറഞ്ഞാൽ 1/24/6/2024, Mr. Jenkins was admitted with severe chest congestion following 10 days of shortness of breath. ക്ലിയർ ആയോ നിങ്ങൾക്ക്? യെസ്. ഇതിൽ ഏറ്റവും സേഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം പറഞ്ഞ ഈ സെന്റൻസ് ആണ് നമ്മൾ ആദ്യം ഉപയോഗിച്ചേക്കുന്നത്. മിസ്റ്റർ ജെങ്കിൻസ് പ്രസന്റഡ് വിത്ത് എ വീക്ക് ആണ് നിങ്ങൾക്ക് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുക. ബിക്കോസ് അതിനുശേഷമാണോ ഇത് എന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് തെറ്റായിട്ട് അതിനുശേഷം ഇതെന്ന് എഴുതിയാൽ ചിലപ്പോൾ നമ്മുടെ സെന്റൻസ് തെറ്റിപ്പോകും. 4ാമത്തെ മാർക്കിംഗ് ക്രൈറ്റീരിയ ക്ലോസ് 3, 3ാമത്തെ ക്ലോസിന് എതിരായി പോകും. 3ാമത്തെ ക്ലോസ് പറയുന്നത് ഫാക്ച്വൽ ആണ്. നമുക്കൊരു പേഴ്സണൽ ഒപ്പീനിയനോ ജഡ്ജ്മെന്റോ ഒന്നും പാടില്ല. അപ്പൊ നമുക്ക് 2 സെന്റൻസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാണ് ഏറ്റവും സേഫ്. മിസ്റ്റർ ജെങ്കിൻസ് പ്രസന്റഡ് വിത്ത് വീക്ക് ലോങ് ഹിസ്റ്ററി ഓഫ് ഫീവർ. ഒരാഴ്ചയായിട്ടുള്ള ഫീവർ ആയിട്ട് വന്നു. പിന്നെ ഇൻ അഡീഷൻ ഷീ ഹാഡ് എന്ന് പറഞ്ഞാൽ 1-ാം തീയതി ഹെഡേക്കും വൊമിറ്റിങ്ങും ഉണ്ടായിരുന്നു എന്ന് വളരെ കൃത്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ 1/24/6/2024, മിസ്റ്റർ ജെങ്കിൻസ് വാസ് അഡ്മിറ്റഡ് വിത്ത് ബ്രോങ്കിയോളിറ്റിസ്. 24 ബ്രോങ്കിയോളിറ്റിസ് ആയിരുന്നു. എന്തിനു ശേഷമാണ്? ഫോളോയിങ് 3 days ഓഫ് കണക്റ്റഡ് ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാനും പാടുള്ളൂ. അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു സെന്റൻസും ഒരു ഫ്രേസും ഒരു ലാംഗ്വേജ് ഗ്രാമർ പാർട്ടും ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കരുത്. ട്രൈ ടു അവോയ്ഡ് യൂസിങ് ഗ്രാമർ, complex compound sentences and structures just for the sake of using it to show you know that. അറിയാം എന്ന് കാണിക്കാൻ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഈ 2 ടിപ്സ് അപ്പൊ നിങ്ങൾക്ക് പറ്റുന്നിടത്ത് ഉപയോഗിക്കുക, ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കരുത്. ഇതിന്റെ കണ്ടീഷൻ മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? സാർ, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ചോദിച്ചോളൂ. സാറേ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്നലെ മുതൽ എന്നുള്ളതിനെ എങ്ങനെയാ സാർ എഴുതുന്നത്? ഇന്നലെ മുതൽ long history of, a 2 days, a 2-day history of, a 2-day history of എന്ന് എഴുതാം. ഫോളോയിങ് 2 days ഓഫ് എന്താണ് എന്ന് എഴുതാം. ഇന്ന് സിവിയർ ഫീവർ ഉണ്ട്. ഇന്നലെ ഫീവർ ആയിരുന്നു. ഹലോ, ഇന്നലെ ഡയേറി ആയിരുന്നു, ഇന്നത് ബ്ലഡി ഡയേറി ആയി. എങ്ങനെ എഴുതാം? നമ്മൾ 2ാമത്തെ ഫ്രേസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ എഴുതാം? Mr. Jenkins was admitted with bloody diarrhea following 2 days of diarrhea. ക്ലിയർ ആയി? ഞാൻ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ക്ലിയർ ആയ നിങ്ങൾക്ക്? ഓക്കെ. വേറെ സംശയമുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ?
ലോങ് യൂസ് ചെയ്യാൻ പാടില്ലാത്ത എന്തുകൊണ്ട് week long a week long history of, a day long history of, a month long history of, a year long history of. ഒന്നുള്ള നമ്പർ വരുന്ന ഒരു ആഴ്ച, a week long history of, a day ഒരു ദിവസം, ഒരു day long history of, a month long history of, a year long history of. അവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 5 hour long പറഞ്ഞാൽ തെറ്റൊന്നുമില്ല, ബട്ട് നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്കൊരു ഇത് തോന്നില്ലേ, ഒരു മിസ്മാച്ച്. So better use a 5 hour history of. Clear ആകുന്നുണ്ടോ? Yes. ഇങ്ങനെയാണ് നമ്മൾ. You can use the same phrases in your practical life. നിങ്ങൾ വർക്ക് പ്ലേസിലൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സെയിം ഫ്രേസസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. എസ്പെഷ്യലി വെൻ യു ആർ ഗിവിംഗ് ഹാൻഡ് ഓവർ കൊടുക്കുമ്പോൾ ഇതേ ഫ്രേസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ ആകുന്നുണ്ടോ? ഓക്കെ. എന്തെങ്കിലും സംശയമുണ്ടോ? വേറെ എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും സംശയം? ഇല്ല. നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇന്ന് വൈൻഡപ്പ് ചെയ്യുവാണ്. നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണ് സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യേണ്ടതെന്ന്? ഇതിൽ നിങ്ങൾ ഈ ഫ്രേസസ് ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പറ്റുമെങ്കിൽ ഈ വാസ് പ്രസന്റഡ് ഒക്കെ ഒഴിവാക്കുക. വാസ് പ്രസന്റഡ്, ഫീവർ വാസ് പ്രസന്റഡ് എന്നൊക്കെ എഴുതും. ബോഡി പാരഗ്രാഫിൽ ഇൻട്രൊഡക്ഷൻ ബോഡി പാരഗ്രാഫിന്റെ ഓപ്പണിംഗിൽ എഴുതും മിസ്റ്റർ ജെങ്കിൻസ് വാസ് പ്രസന്റഡ്. അത് കഴിഞ്ഞ് ബോഡി പാരഗ്രാഫിൽ എഴുതും ഫീവർ ആൻഡ് ഹെഡ് ഏക്ക് വെയർ പ്രസന്റഡ്. അതൊക്കെ തെറ്റാണ്, അതൊക്കെ ഒഴിവാക്കുക. സിമ്പിൾ ആയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യും പറയുക മിസ്റ്റർ ജെങ്കിൻസ് പ്രസന്റഡ് വിത്ത് എ വീക്ക് ലോങ് ഹിസ്റ്ററി ഓഫ്, അല്ലെങ്കിൽ പ്രസന്റഡ് വിത്ത് ഫീവർ ജോയിന്റ് പെയിൻ എന്നൊക്കെ നേരെ നിങ്ങൾക്ക് പറയാം. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടിപ്പുമായിട്ട് നമുക്ക് നാളെ